വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 1000-ഓളം പേരാണ് വഞ്ചിക്കപ്പെട്ടത്. ഹജ്ജ് വളണ്ടിയർ വിസ വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് മുക്കം സ്വദേശികളായ 3 പേർ 20,000 രൂപ വീതം കൈപ്പറ്റിയ ശേഷം വഞ്ചിച്ചുവെന്നാണ് ഇവരുടെ പരാതി. 250-ഓളം പരാതികൾ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വഞ്ചിക്കപ്പെട്ടവർ ഇതിനകം നൽകിയിട്ടുണ്ട്. മുക്കം സ്വദേശിയായ സിദ്ദീഖ് എന്നയാളെ മാത്രമാണ് ഇതുവരെ പോലീസ് പിടികൂടിയത്. മറ്റു പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് വഞ്ചിക്കപ്പെട്ടവർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. ഈ പ്രതികളോട് ബന്ധപ്പെട്ട പല ആൾക്കാരും ഇപ്പോഴും നാട്ടിൽ ഓപ്പണായിട്ട് നടക്കുന്നുണ്ട്. ഈ മുഖ്യപ്രതി ജാബിർ തന്നെ വാട്സപ്പിലൂടെ ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇതിലൊരു നിഷ്ക്രിയത്വമാണ് കാണിക്കുന്നത്. പോലീസിനെതിരായ പരാതി ഗൗരവമായി കാണുന്നുവെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാൻ കോഴിക്കോട് റൂറൽ SP-യോട് ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു കാരണവശാലും ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതായിട്ടില്ല. അതും ബന്ധപ്പെട്ട ഒരാളിനെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ 1 കോഴിക്കോട്.